വാങ്ങിക്കൂടായിരുന്നോ? അതിന്റെ കൂലി വാങ്ങിക്കൂടെ? ഈ നാട്ടുകാരോട് നമ്മൾ ഒരു നേരത്തെ അന്നം ചോദിച്ചപ്പോ തരാത്ത മനുഷ്യന്മാരാ. അപ്പോലെ നാട്ടിലൊരു മതിലിങ്ങനെ പൊളിഞ്ഞു വീയാറായപ്പോ അത് നന്നാക്കുമ്പോ അതിന്റെ പൈസ നിങ്ങൾക്ക് വാങ്ങിക്കൂടെ? അന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇനി നമ്മൾ തമ്മിൽ ഒന്നിച്ച് നടക്കണ്ട, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല, അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ. ഇതൊരു ചരിത്രത്തിന്റെ അവസാന ഭാഗമാണ്. ആ യാത്ര ഇവിടെ അവസാനിപ്പിക്കുമ്പോ അതുവരെ നടന്ന സംഭവങ്ങളുടെ വിശദീകരണം നൽകുന്നിടത്ത് കാണാം എന്തിനാ ഞാൻ ആ മതില് നേരെയാക്കിയത്. ആ മതിലിന്റേതായ ഒരു നിധിയുണ്ടായിരുന്നു. ആ മതിലിന്റെ താഴെ ഒരു നിധിയുണ്ട്. ആ നിധി കിട്ടേണ്ടത് 2 യതീമക്കളാണ്. അവർ ഭാവിയിൽ ആ നിധി എടുക്കണമെങ്കിൽ അവർക്കുള്ള ഒരു അലാമത്താണ്, ഒരു അടയാളമാണ് ആ മതിൽ. ആ മതിലവിടുന്ന് ഇല്ലാതെയായാൽ ആ യതീമക്കൾക്ക് ആ നിധി കിട്ടണമെന്നില്ല. അതുകൊണ്ട് ആ മതില് നേരെയാക്കിയാലേ ആ മക്കൾക്ക് ആ നിധി കിട്ടൂ. അതിനാണ് ഞാൻ ആ മതില് നേരെയാക്കിയത്. അപ്പൊ എന്തിനാ ഞാൻ ആ മതില് നേരെയാക്കിയത്? ആ യതീമക്കൾ ഉഷാറായത് കൊണ്ടാണോ? ആ യതീമക്കൾ ഉഷാറായത് കൊണ്ടാണോ? അല്ല. വകാന അബൂഹുമാ സ്വാലിഹാ. ഓലെ വാപ്പ ഭയങ്കര ഉഷാറായിരുന്നു. ഓല് മോശാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഓലെ വാപ്പ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാളുടെ ഗുണത്തിന്റെ പേരിലാണ് നല്ലൊരു വാപ്പയായിരുന്നു മരണപ്പെട്ടു പോയ യതീമക്കളെ വാപ്പ. ആ വാപ്പ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി അയാൾ ചെയ്ത സുഹൃതത്തിന്റെ ഒരു ഫലം എന്നോടും ആ നിധി അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ മതില് നേരെയാക്കിയത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ, നമ്മൾ ജീവിച്ച ജീവിതത്തിന്റെ സുഹൃതങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളുടെ, നമ്മൾ ചെയ്യുന്ന നന്മകളുടെ ഫലം അനുഭവിക്കുന്നത് നമ്മുടെ തലമുറയിലുള്ള മക്കളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്നുകിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എന്റെ സാമ്പത്തിക സുഹൃതങ്ങൾ, എന്റെ സാമ്പത്തിക അഭിവൃദ്ധി ഒരുപക്ഷെ ഞാൻ കൊടുത്തതിന്റെ ഫലമായിരിക്കും, അല്ലെങ്കിൽ എന്റെ വാപ്പ കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ എന്റെ വാപ്പാന്റെ വാപ്പമാരിൽ ആരെങ്കിലൊക്കെ കൊടുത്തതിന്റെ ഒരു നല്ല സ്വതക്ക് കൊടുക്കണ മനുഷ്യന്മാരായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാൻ അനുഭവിക്കുന്നത്. അതല്ല ഇന്ന് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കി. ഇതെന്റെ മക്കൾക്ക് അനുഭവിക്കാൻ കഴിയണോ? എന്റെ പേരമക്കൾക്ക്, എന്റെ തലമുറയിലെ മക്കൾക്ക് അനുഭവിക്കാൻ കഴിയണോ? നമ്മൾ അതുകൊണ്ട് സാമ്പത്തിക സേവനം നടത്തിയാലേ അതുകൊണ്ട് ഉപകാരം ഉണ്ടാകൂ. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം. നിങ്ങൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് ആ മക്കൾക്ക് ആ നിധി കിട്ടാൻ വേണ്ടി മഹാനായ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം മതില് നേരാക്കിയത്? ആ മക്കൾ ഉഷാറായതുകൊണ്ടല്ലോ. വകാന അബൂഹുമാ സ്വാലിഹാ. ഓലെ വാപ്പ നല്ലൊരു മനുഷ്യനായിരുന്നു. ഇനി അതൊന്നല്ല അത്ഭുതം, തഫ്സീറുകളിൽ കാണാം അവിടെ പറയപ്പെട്ട വാപ്പ ആ യതീമക്കളുടെ നേരെ വാപ്പയായിരുന്നില്ല, അവരുടെ 4 തലമുറകൾക്കപ്പുറത്തുള്ള വാപ്പയാണ്. വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ആ വാപ്പ ഓലെ 4 തലമുറകൾക്കപ്പുറത്തുള്ള ഉപ്പാപ്പാന്റെ ഉപ്പാപ്പ നല്ലൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഈ മക്കൾക്ക് ആ നിധി കിട്ടാൻ വേണ്ടി മഹാനായ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു പണി ചെയ്തത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന സാമ്പത്തിക സേവനത്തിന്റെ ഫലം അനുഭവിക്കുന്നത് നമ്മുടെ തലമുറയിലെ മക്കളാണ്, നമ്മുടെ പേരമക്കളാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് നമ്മുടെ തലമുറയിൽ ആരൊക്കെയോ ചെയ്ത സുഹൃതത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ അനുഭവിക്കേണ്ടവർ നമ്മുടെ ഭാവിയിലുള്ള മക്കളാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു. ആരോടും പറഞ്ഞില്ല, നിങ്ങൾ കൊടുക്കണോ എന്ന് പറഞ്ഞില്ല. അള്ളാഹു റസൂൽ ഇങ്ങനെ കൊടുത്ത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ എന്ന് കൊടുത്ത് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്താ ഉണ്ടായത്? അങ്ങനെ കൊടുക്കാൻ, രഹസ്യമായി കൊടുക്കാൻ മത്സരിച്ചു സ്വഹാബിമാർ. മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ ഇതുപോലെ അള്ളാഹു റസൂൽ ഇങ്ങനെ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ദീനിന് വേണ്ടി നമുക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്,